വീട്ടിൽ നിന്ന് ജോലിക്കായി പോയ വ്യക്തി പിന്നീട് തിരികെ എത്തിയില്ല എന്ന് പരാതി. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ ശ്രീകുമാർ എന്ന 47 വയസ്സുകാരനെയാണ് കാണാതായത്. ഈ സംഭവത്തിൽ ഇപ്പോൾ കുടുംബം കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 8-ാം തീയതി രാവിലെ അവൻ ഞങ്ങളുടെയൊക്കെ കൊച്ചുമണ്ണാണ് അറിയപ്പെടുന്നത്. ഇവിടെ ശ്രീകുമാറിന് അറിഞ്ഞാലും എന്നെ വിളിക്കുന്നത് കൊച്ചുമണ്ണാണ്. കൊച്ചുമൻ രാവിലെ വീട്ടിൽ നിന്ന് അവൻ്റെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയാണ് ചങ്ങനാശ്ശേരിയിൽ. അങ്ങോട്ടേക്ക് രാവിലെ ചോറും പൊടിയൊക്കെ കിട്ടി നോർമലി പോകുന്ന പോലെ പോയി. 8:15 വീട്ടിൽ നിന്ന് പോയി. സാധാരണ രീതിയിൽ വൈകുന്നേരം 7 മണി ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ്. ആ സമയം അത്രയും ജോലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. വൈകുന്നേരം എത്താത്തതിൻ്റെ പുറത്ത് അമ്മ അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. നോർമലി സ്വല്പമൊക്കെ അമ്പലത്തിലൊക്കെ വരുന്ന ആളാണ്. അതൊക്കെ സ്വല്പമൊക്കെ കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ചു. രാത്രി എത്തിയില്ല. രാത്രി എത്താത്തതിൻ്റെ പുറത്ത് ഇത് ചേട്ടനെ വിളിച്ചിട്ട് അപ്പോൾ എന്നാൽ ഒരു ദിവസം നമ്മൾ നോക്കാം, രാവിലെ ശ്രമിക്കാമെന്ന് വെച്ചാൽ രാവിലെ എന്നെ സഹിച്ചേട്ടൻ വിളിച്ചു. ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഫുള്ളി സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫുള്ളി സ്വിച്ച് ഓഫ് ആണ്. രാത്രി മുഴുവൻ സ്വിച്ച് ഓഫ് ആണ്. രാത്രി നല്ല പകൽ വരെ സ്വിച്ച് ഓഫ് ആണ്. ഫുള്ളി സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് പ്രകാരം ഞങ്ങൾ ആ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയെ വിളിച്ചപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അന്ന് ആ ദിവസം അവിടെ എത്തിയിട്ടില്ല. അതായത് 8-ാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും ആ സ്ഥാപനത്തിൽ എത്തിയിട്ടില്ല, ജോലി സ്ഥലത്ത് എത്തിയില്ല. അതും പ്രകാരം ഞങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസായിട്ട് തന്നെ കൊടുത്തു. FIR ഇട്ടു. അതും പ്രകാരം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമുള്ള ആളല്ല. ഇവിടെ പൊതുപ്രവർത്തനത്തിനകത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. എല്ലാ പ്രവർത്തനത്തിനകത്താണെങ്കിലും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. സാമ്പത്തിക ബാധ്യത അങ്ങനെയൊന്നും? സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് നമുക്ക് അതിന് വലിയ അറിവില്ല. എന്നാലും സാമ്പത്തിക ബാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. തലേദിവസം വരെ നിങ്ങളുടെ കൂടെ സജീവമായി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ആളാണ്. സജീവമായിട്ട് എല്ലാ പ്രവർത്തനത്തിലുള്ള ആളാണ്. അമ്പലമായിട്ടാണെങ്കിലും ഞങ്ങളുടെ കമ്മിറ്റിക്കാരാണ്. അതായത് ഞങ്ങളുടെ ഒരു കരയോഗത്തിൻ്റെ കമ്മിറ്റിക്കാരാണ് അദ്ദേഹം. അതുമാത്രമല്ല ഇവിടുത്തെ പൊതുപ്രവർത്തനത്തിൽ എല്ലാ പ്രവർത്തനത്തിനകത്തും പങ്കെടുക്കുന്ന ആളാണ്. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. കൊച്ചുമനെ അറിയാത്തില്ലാത്ത നെടുങ്കുന്നത്ത് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ശ്രീകുമാറിൻ്റെ സഹോദരനാണ്. താങ്കൾ എപ്പോഴാണ് ഈ ഇദ്ദേഹത്തെ കാണാതായവർ അറിയുന്നത്? ഞാൻ അന്ന് ഒരു 9:30 ആകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ഒരു 9:30 ആകുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഞാനുണ്ടോ അവിടെ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ അനിയൻ കൊച്ചുവനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു ഞാൻ സുഹൃത്തിനെ വിളിച്ചിരുന്നു, അവന് ഏതോ ഒരു ഇൻ്റർവ്യൂവിന് എന്നോ പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് എന്നാ ഡേറ്റ് എന്നറിയത്തില്ല. ചിലപ്പം അങ്ങനെ ആണെങ്കിൽ എറണാകുളത്തിന് പോയതായിരിക്കും, ചിലപ്പം വൈകി വരുമെന്ന് പറഞ്ഞിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും 6 മണിക്ക് വിളിച്ചപ്പം ആൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിനോദിനെ വിളിക്കുകയായിരുന്നു. വിനോദ് ഇതുപോലെ സംഭവമുണ്ട്, ആൾ ഇതേവരെ എത്തിയിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ച് നോക്കിയിട്ട് എല്ലാം സ്വിച്ച് ഓഫാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് രാവിലെ തന്നെ 8 മണിക്കുള്ളിൽ തന്നെ സ്റ്റേഷനിൽ പോയി നമ്മൾ പരാതിപ്പെടുകയായിരുന്നു. വീട്ടിൽ നിന്ന് അദ്ദേഹം പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. അതെ, ഇന്ന് 2 ദിവസം ആയിട്ടുണ്ട്. മറ്റ് ഈ സാമ്പത്തിക ബാധ്യതകൾ അങ്ങനെയൊന്നും അറിവിൽ അങ്ങനെ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. ചെറിയ ചിട്ടി പൈസ അടയ്ക്കാനും അങ്ങനെയുള്ള ഇതല്ലാതെ വേറെ ഇതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഇദ്ദേഹം ചങ്ങനാശ്ശേരി വരെ എത്തി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടല്ലേ? ചങ്ങനാശ്ശേരി വരെ എത്തിയെന്ന് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് കണ്ടില്ലല്ലോ. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ ശ്രീകുമാർ എന്ന 47 വയസ്സുകാരനെയാണ് കാണാതായിരിക്കുന്നത്. കഴിഞ്ഞ 8-ാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് സാധാരണ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്. ചങ്ങനാശ്ശേരിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം രാത്രി വൈകിയും അദ്ദേഹത്തെ കാണാതായ സാഹചര്യത്തിലാണ് കുടുംബം ഫോണിൽ ബന്ധപ്പെടുന്നത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു. തൊട്ടടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുന്നു. കറുകച്ചാൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 8-ാം തീയതി വീട്ടിൽ നിന്ന് ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ഓഫീസിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ശ്രീകുമാർ. ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കറുകച്ചാൽ പോലീസിനെ ബന്ധപ്പെടേണ്ടതാണ്. കോട്ടയം നെടുങ്കുന്നത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.